ഇതാണ് മക്കളെ നാച്ചുറൽ ഷാമ്പൂ എന്ന് പറയുന്ന ഐറ്റം. ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും എവിടെ നോക്കിയാലും ഈ ഒരു സാധനത്തെ പറ്റിയാണ് എല്ലാവരും വീഡിയോ ഇടുന്നത്. ഇതാണ് കോലിഞ്ചി. ഈ സാധനം എനിക്ക് വളരെ ബൾക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഇഞ്ചി നമ്മളത് കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് കിട്ടില്ല ഒരു ഐറ്റമാണ്, നല്ലൊരു മണമൊക്കെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇഞ്ചി കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നു ഗൈസ്. അത് നമ്മുടെ ഗാർഡനിൽ കൊണ്ട് ഇടണമെന്ന് വിചാരിച്ചു. ഈ പുതിയ അതിഥിയെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കാന്താരി തൈയൊക്കെ പറിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നല്ലൊരു കാന്താരിയായിരുന്നു. അത് പോട്ട് അതേ ലാഗടിപ്പിക്കാതെ തന്നെ ഞാൻ അതിനെ അവിടെ പ്ലേസ് ചെയ്ത് ഗൈസ്. ഞാൻ ഈ ഷാമ്പു ഇപ്പോൾ 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല മാറ്റമുണ്ട് എൻ്റെ തലയിൽ. താരനൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുമ്പം അവിടെ ചെന്ന് എല്ലാവരും ചീപ്പ് യൂസ് ചെയ്ത് എൻ്റെ തല ഒരു മാതിരി നല്ല താരനൊക്കെ അടിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലോട്ട് കൊണ്ട് നടാമെന്ന് വിചാരിച്ചു. ഈ ഒരു ചെടി കാണുമ്പോൾ പലർക്കും നൊസ്റ്റു അടിക്കായിരിക്കും. പണ്ടൊക്കെ കൊച്ചിൽ അംഗൻവാടി പോകുന്ന ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. നല്ലൊരു ചെടിയായിരുന്നു അത്. ഇതൊക്കെ എൻ്റെ തോട്ടത്തിൽ നിൽപ്പുണ്ടോയെന്ന് തന്നെ ഞാൻ അതിശയിച്ചു പോയി ഗൈസ്. ഒരു ഇഞ്ചി കൊണ്ട് അതാണ് അവിടെ കിടന്നൊരു കലത്തിനകത്ത് ഇടാമെന്ന് വിചാരിച്ചു. മണ്ണ് അവിടെ തന്നെ കിടപ്പുണ്ടായതുകൊണ്ട് തന്നെ ഞാനൊന്നും നോക്കിയില്ല. അത് കാടൊക്കെ വരച്ച് കുറച്ചിട്ട് ആ മണ്ണ് കോരി ഇതിനകത്തോട്ട് എടുത്തിട്ട് ഗൈസ് ഇത് പൊന്നാണ് ഗൈസ്, പൊന്ന്. ഇതിലും വളക്കൂറുള്ള മണ്ണൊന്നും എനിക്ക് വേറെ കിട്ടാനായിട്ടില്ല. അവിടെ കാണുന്ന 2 കാന്താരി കാണാൻ ഞാൻ പറിച്ചപ്പോൾ അത് കൈ വന്ന ഗൈസ്. ഇതാണ് നമ്മുടെ അടുത്ത് ഞാൻ ബോബിൻസ് എന്ന് വിളിക്കുന്നത് സാധനം. ഒരു അട്ടയാണ് ഗൈസ്. ചിലരൊക്കെ ഇത് ട്രെയിൻ അട്ട എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കാം. ഞാൻ ഒന്നും നോക്കിയില്ല. അതിനെ പിടിച്ച് ആ കലത്തിലൊരു സമാധി ആക്കിയിട്ടുണ്ട്. സമാധി പിന്നെ ഒന്നും നോക്കിയില്ല. ആ സാധനം ഇഞ്ചി എടുത്തിട്ട് അതുപോലെ നല്ല പ്രോപ്പറായിട്ട് എങ്ങനെയൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. തോട്ടത്തിലൊരു ഗ്യാപ്പ് നോക്കി ഞാൻ ഈ കലം കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ കറ്റാർവാഴ ഒരെണ്ണം പറിച്ചാലോ ഒരു ആലോചന വന്നത്. ഞാൻ പിന്നെ അതിന് തടവി ഒന്ന് സംഭവം സെറ്റാണോ വായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ ഒരെണ്ണം പറിച്ചെടുത്തുകൊണ്ട് താഴോട്ട് പോയി ഗൈസ്. ഇത് സംഭവം എൻ്റെ ടെറസിലാണ് ഇത് വളർത്തുന്നതൊക്കെ. ഇതാണ് എൻ്റെ തോട്ടങ്ങൾ. ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് ആരും കണ്ണ് വെക്കരുത്. അതുകൊണ്ടായിരുന്നു കോലിഞ്ചി എടുത്തിട്ട് ഞാൻ താഴെ കൊണ്ട് നട്ടു ഗൈസ്. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഗൈസ്. ഹാപ്പിയാക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അങ്ങ് അപ്പം തന്നെ അങ്ങ് ചെയ്തേക്കണം ഗൈസ്. വേറൊരു സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. ഈ ഒരു മെസ്സേജും പറഞ്ഞുകൊണ്ട് ഞാൻ ബൈ പറയുന്നു. ഓക്കെ ബൈ ഗൈസ്.